ഒരാൾക്ക് കഴിവുള്ളത് ഇല്ല കണ്ടാലേ ഒരു പാട്ടുകാരനാണ് ഒരു സിംഗറാണ് ഒരു സിംഗറല്ലേ അല്ലേ ഒരു സിംഗറല്ലേ അല്ലേ സിംഗറല്ലേ അതെ ഒരു ഡബിൾ എന്താ പേരെന്താ ശിവനന്ദനെ കണ്ടാലറിയാം ഈ ഒരു ഇവന്റെ പേരെന്താ ഈ ആദിൽ അന്ന് ഈ കുട്ടി ചോദിച്ചിരുന്നു എന്റെ ഫാനല്ലേ ആണ് പ്രാങ്കല്ല സത്യം അല്ല ചോദിച്ചില്ല കുട്ടി അന്നേരം ആദിന്റെ റോണാലുണ്ട് കേട്ടോ ഞാൻ എന്താക്കിയത് അല്ല എനിക്ക് ഇവനറിയോ ആകോട്ടെ അറിയില്ലേ എന്തിനാണ് ഇങ്ങനെ തലശ്ശേരിക്ക് ഇവനോ നീ മണ്ണക്കിങ്ങല്ലേ ഇവനറിയില്ലേ ഇത് കണ്ടിട്ടില്ല ഇല്ല എന്നൊക്കെ എന്താണ് എനിക്ക് എന്താണ് പാട്ട് എന്താണ് നിന്റെ കഴിവ് എന്താ ചെയ്യുന്ന പഠിക്കുന്നോ മനസ്സിലായി വീട് എവിടെയാ ആലപ്പുഴ എങ്ങനെ അടിപൊളിയാ വൈബ് എന്താ ചെയ്യുന്നത് ചോദിച്ചോ അല്ല അത് ചോദിച്ചോള് ഡ്രൈവർ എന്താ അടിപൊളി ഇവൻ ഭയങ്കര ഒരു മോഡലിംഗ് ആട്ടാ അമൃത് പറഞ്ഞു ഇവന്റെ കൂടെ ഒരു ഇവനറിയോ ആര് പുള്ളി ഒരു മോഡലിംഗ് ആട്ടോ ഇതിന്റെ അടക്കം അംബാനിന്റെ വീട്ടിലെല്ലാം പോയി റാംബാക്ക് ചെയ്തിട്ടുണ്ട് മുനവീർ സിംഗ് എന്നല്ല പേര് ഞാൻ വേണോ നമ്മളെ ഒരേ കണക്കന്നെ 19 ഇവള് കൂടെ ഒരു ഡാൻസ് കളിച്ചൂടെ സ്പീക്കർ ഉണ്ടോ ആര് പാട്ടോടെ നീയോ റാംബോ ഒന്നാട്ടോ പറഞ്ഞു റാംബോ കാറിലുണ്ട് ഓ അത്യാവശ്യം പരിപാടിയാ ഏത് പാട്ടേതാ പാട്ടേതാ റാംബോ എന്നെ വിളിക്കുന്ന കേൾക്കുന്നില്ലേ റാംബോ റാംബോ എന്ന് വിളിച്ചെന്താ വരും റേംബോ എവിടെയാ ചോദിക്കും 19 വയസ്സ് എന്ന് പറയുമ്പോ അപ്പൊ അനക്ക് ഈ ഭാഷ ചെയ്യാൻ പറ്റുമോ ഏവിയേഷൻ ചെയ്യാൻ പറ്റോ അതെന്താ ശരിക്കും എന്താ അതിനെ കൊണ്ട് ഉപകാരം ഓ ഫ്ലൈറ്റിന്റെ അല്ല ശരിക്കും എന്താണ് നീ പുതിയ പുതിയല്ലേ അതെന്താ ഡാൻസർക്ക് അത്ര ആഗ്രഹം എന്താ ഡാൻസർ റാംബോ ഇതാ കടന്നു വരികയാണ് റാംബോ വരുന്ന ഇപ്പം എന്താ പിന്നെ ലൈവിൽ അറിയാതെ അല്ലാണ്ട് പേഴ്സണലായിട്ട് മെസ്സേജ് ഏതാ നടി അനക്കറിയുന്നില്ല ഏതാ നടി എനിക്കറിയുന്നില്ല നമുക്ക് നടന്മാരെന്നെ അറിയാം അവിടെ അവിടെ മോനെ റാംബോന്റെ എല്ലാം പൊളിക്കുന്നുട്ടാ ഇങ്ങനെ നേരിട്ടിട്ട് ഒരാൾ ഇങ്ങനെ പറയുന്നുണ്ട് റാംബോ മെസ്സേജ് ലൈവിന്റെ ഇടക്ക് ഭയങ്കര സിഗ്മ മാസ് അപ്പൊ റാംബോ സത്യം ഇതാ
റാംബോ നമുക്ക് കാറിന്റെ അടുത്തേക്ക് പോവാം. ശിവനന്ദന റാംബോനെ പിടിച്ച് പോലെ കണ്ട പൊമ്പിള്ളേർക്ക് പോയിട്ട് മെസ്സേജ് അയക്കലല്ലേ. നോക്കട്ടെ ചോദിക്കാം നാണമില്ലടാ റാംബോ, നാണമില്ല. നീ ഇത്രയും മാസം അത് അങ്ങോട്ടേക്ക് കായുന്നല്ലേ, നാണമില്ലെങ്കിൽ അവനൊരു ആനയുടെ സ്പാമിയുടെ ഒരു മൊയിലിന്റെ മനസ്സാണ് അവനക്ക്. പാവം ചെക്കനാ, അങ്ങോട്ട് പോലും പിന്നെ നിങ്ങൾ കണ്ടില്ലേ പേരെന്താന്ന് ചോദിക്കുന്നു, ഒരു മറന്ന് അത് നീ അങ്ങോട്ടേക്ക് അയച്ചല്ലേ. മെസ്സേജ് ഇവിടെ പേര് ശിവനന്ദന. എവിടെ സ്ഥലം? എന്റെ നിയാദിന്റെ ലൈവിലാണ് ID നമ്മൾ വാങ്ങിക്കുമല്ലോ, അങ്ങനെ വാങ്ങിച്ചിട്ട് മെസ്സേജ് അയച്ചത്. അതിന്റെ അപ്പുറത്ത് എന്നാ പിന്നെ ശിവനന്ദന നമുക്ക് ഡാൻസ് കളിച്ചാൽ റാംബോനെ വേണ്ട ഡാൻസ് കളിക്കും. അപ്പൊ ഓക്കെ ഓക്കെ റാംബോ എന്നാ പോ. ശരി ഡാൻസിലേക്ക് ഡാൻസ് ഇടുന്നല്ല, ഡാൻസ് പാർക്ക് അവിടെയല്ല. അപ്പൊ ഡാൻസിലേക്ക് അടുക്കാം. എല്ലോളും ചാറ്റില് എൻഡ് ഇടുന്നുണ്ട്. എന്തിനാണ് നിങ്ങൾ 1000 എൻഡ് ഇട്ടാൽ ഇത് എൻഡ് ചെയ്യാൻ പോകുന്നില്ല. എൻഡ് ചെയ്യൂല. എന്ത് ചെയ്യാൻ പോകുന്നത്? എന്തെങ്കിലും അടിച്ച് പൂട്ടിക്കോ, ഒന്ന് കാണാലോ. എന്തിനാ എൻഡ് ചെയ്യണം? സ്പാം ചെയ്തോ. ഇതിപ്പോ എൻഡ് ഇല്ല, ഇങ്ങനെ പറഞ്ഞോണ്ട് ഇപ്പൊ എന്തായാലും എൻഡ് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ ശിവനന്ദന്റെ ഡാൻസ്, ശിവനന്ദന വിത്ത് മമ്മു ഡാൻസ് കാണണമെങ്കിൽ അല്ലേ, ലോക വേൾഡ് ഡാൻസ് ആണ് നടക്കാൻ പോകുന്നത്. ഡബിൾ ഇടാണ്ട് ഇവിടെ ഡാൻസ് കളിക്കൂലേ, ഡബിൾ ഇടാണ്ട് ഇവിടെ ഡാൻസ് മുന്നോട്ടേക്ക് പോകൂലേ. പിന്നെ അതെല്ലാം പണ്ട് ഒരു എല്ല് ഇട്ടു ഇതാക്കുമ്പോക്ക് അതെല്ലാം പണ്ട്. ഇപ്പൊ അങ്ങനെയല്ല കേട്ടാ. ബിഗ് ഡബിൾ കമ്മിങ് ഡാൻസിലേക്ക് പോവാ. അങ്ങനെ അവൻ കളിക്കും. പിന്നെ അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ശിവരഞ്ജന കളിക്കും. ശിവനന്ദനയുടെ കൂടെ ഞാൻ ഡാൻസ് കളിക്കാൻ പോവുകയാണ്. അപ്പൊ ശിവനന്ദനക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല. അപ്പൊ ഞാൻ ഡാൻസിന്റെ സ്റ്റെപ്പ് എല്ലാം ഇവനറിയില്ല. മാങ്ങാവി ചെളിക്കുത്ത് അറിയും. ഓരോ ആളായി ഒന്ന് പാട്ടോണം. ശിവനന്ദന അമ്രുവാണോ ഞാൻ വേണോ? സുഹൃത്തുക്കളെ, വളരെ ആവേശകരമായ നമ്മുടെ അയ്യാറിന്റെ മമ്മൂനൊരു കുട്ടിയില്ല ഒരു ഫാനുകൾ കൂടെ ഡാൻസ് കളിക്കാൻ പോണ്. അപ്പൊ എല്ലാരും അവർക്ക് രണ്ടാൾക്കും ഡാൻസ് കളിക്കേണ്ട ഔട്ട്ഫിറ്റ് മാടിക്കെട്ട്. അത് ഞാൻ കെട്ടിക്കോ. അത് ഡാൻസിന്റെ ഒരു ഇതാണ്. ഞാൻ ഫസ്റ്റ് ഇവക്ക് ഡാൻസ് സ്റ്റെപ്പെല്ലാം പഠിപ്പിച്ചു കൊടുക്കും. നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ നമുക്ക് ഡാൻസ് കാണാം. പോലീസോ ഡാൻസ് കളിച്ചതിനെ പോലീസ് പോലീസ് ചേർന്നതിന് മുമ്പ് ഒരാള് സിഗ്നൽ എല്ലാ പോലീസ് വന്ന് ഓടാൻ അറിയില്ല, കണ്ടമ്പൈ ഓടാൻ അറിയില്ല. ശീലം പോട്ടെ അണക്കലെ കണ്ടെത്തി പോയിട്ട് ഓടിച്ച് ശീലമുണ്ട്. ഈ അങ്ങനെ മരത്തിന് വലിയ ഓടിക്കോട്ടാ.
ഡാൻസ് ഇതാണോ ഡാൻസ് പാട്ടിടാൻ വേണ്ടിട്ട് പോയാനോടുത്തു ആ മോനോ ഡാൻസ് ഡാൻസ് അവിടുന്ന് ശരിക്കും എന്തിന്റെ പേര് ഭയങ്കര ക്യൂട്ടാട്ടോ. അത് ഞാൻ ഫസ്റ്റ് തന്നെ പറയാൻ പറഞ്ഞത്. ഒരേ ഏജ് ഇല്ലല്ലോ. പാട്ട് ഡാൻസിലില്ല പാട്ട് പാടുന്നത്. അപ്പൊ നീ ഒരു അനൗൺസ്മെന്റ് ചെയ്ത വർഷത്തിൽ സുഹൃത്തുക്കളെ. അപ്പൊ നമ്മുടെ ഹലോ 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 ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. അപ്പൊ നമ്മളൊരു ഈ ഇന്നത്തെ തയ്യാറില് നമ്മുടെ മമ്മൂന്റെ കൂടെ എല്ലാവരും ഒന്ന് പേരുടെ ഒരു ചെറിയൊരു ഡാൻസ് പരിപാടി എല്ലാവരും കൈയടിച്ച് സഹകരിക്കട്ടാ. അപ്പൊ നമ്മുടെ മമ്മും ശിവരഞ്ജനല്ലേ ശിവനന്ദനും കൂടി നല്ലൊരു ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് കൈയടിക്കോ പ്ലീസ്. ഒന്ന് കൈയടിച്ചാ ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കോ. ആരും ഇല്ല കേട്ടോ. കുഴപ്പമില്ല. ഇത് മറ്റേ ആകെ ഫ്ലിങ് ആയി പോയി. എന്നാലും കുഴപ്പമില്ല. നമ്മളെന്തായാലും ഇവിടെ ഡാൻസ് കളിക്കും. റെഡി? എടാ പാട്ട് വെക്ക്. ഇവന്റെ മുടിയിൽ മൊത്തം താരനില്ല. അപ്പൊ ഒന്ന് പിടിച്ചാ ഇവക്ക് 4 ദിവസമായിട്ട് വട്ടച്ചോറി കേട്ടോ. അധികം അടുത്ത് വെക്കണ്ട. നീ ഒന്ന് അനൗൺസ്മെന്റ് ചെയ്താ അടഞ്ഞ അനൗൺസ്മെന്റ് ചെയ്യണ്ട. ആരും കൈയടിച്ചില്ല. പക്ഷെ നമുക്കെന്താ നോ ഇഷ്യൂ. നമുക്കിവിടെ കളിക്കും. ശിവനന്ദിനി ഇവിടെ ഡാൻസ് കളിച്ചിട്ട് ആളെ കൂട്ടണം. ഓക്കെ കേട്ടാ? ഡാൻസ് കളിച്ചിട്ട് ആളെ കൂട്ടണം. ശൃംഗരിക്കുന്ന ഡാൻസിന്റെ മുന്നേ രണ്ട് കാര്യങ്ങൾ ഡാൻസ് മാസ്റ്റർ വിക്രമ ഇങ്ങ് വന്ന നമ്മൾ രണ്ടാളും ഒരു പേഴ്സണൽ ആയിട്ട് നമ്മള് സ്റ്റെപ്പ് എങ്ങനെ നമുക്ക് വട്ടച്ചോറിയല്ലേ അല്ല ആയോ എന്താ ഇവിടെ ചെയ്യാൻ കപ്പിൾ ഡാൻസ് എനിക്ക് ബോയ് ഫ്രണ്ട് എന്നല്ല പറയുന്നത് ഇല്ലല്ലോ എനക്കും ഇല്ല അപ്പൊ നമ്മളെ എനിക്ക് ഭയങ്കര നാണക്കാരിട്ട് ചേട്ടാ ഒന്നും അറിയില്ല മുനിവര എന്താ ഇടാ ഇങ്ങനെ നോക്കുന്നത് എങ്ങനെ നമ്മൾ രണ്ടാലും മാച്ച് ഉണ്ടോ നോക്കിയാ അടിപൊളി അടിപൊളി ശരിക്കും എങ്ങനെ ഇന്നലെ ഫറാനാണല്ലോ സോറി അല്ല അങ്ങനല്ല ഇന്നലെ ഫറാന്റെ ഒപ്പം നമ്മൾ ഇന്നലെ നിലാമറ്റ റോസിന് പോയിട്ടുണ്ടേ ഒന്ന് പോന്നോ പിന്നെ ശിവരഞ്ജൻ നന്ദനെ ഒന്ന് സംസാരിക്കാം ആ ജാസിനെ കൊണ്ട് സംസാരിപ്പിക്കാം ജാസിന്റെ രണ്ട് പെമ്പിള് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പെണ്ണുങ്ങളെ സംസാരിക്കാൻ ഒന്ന് സംസാരിക്കും ഇങ്ങനെ അടുത്ത് എന്തൊരു പേടിയാ അങ്ങനെ അടുത്ത് വരാം എടാ ബാടൊന്ന് സംസാരിക്കട്ടെ ജാസി പെമ്പിളോട് എന്തൊരു ബുദ്ധിയാന്ന് നീ ഇവനെ ഇഷ്ടപ്പെട്ടോ ഇവനെ ഇഷ്ടപ്പെട്ടോ അല്ലയോ ഡാൻസിലേക്ക് പോയാലേ ഞാൻ ഏത് പാട്ടുണ്ട് വന്നല്ലോ ഫീലിങ്സ് ഫസ്റ്റ് നമ്മൾ കണ്ട സ്റ്റെപ്പ് പഠിക്കണ്ടേ കണ്ട് പഠിക്കും കളിക്കുമ്പോ കണ്ട് കളിക്കും നിങ്ങളൊരു പാട്ട് പറഞ്ഞു അതായത് റൊമാൻറ്റിക് DJ പാട്ട് റൊമാൻറ്റിക് വേണ്ട എന്ത് ഈ മോറും വെച്ച് ഒട്ടപപ്സിന്റെ മോന്തും വെച്ച് റൊമാൻറ്റിക് ഒന്ന് കാണിച്ചു തലക്കെന്താ ഏതാ നല്ല സോങ് എന്റെ നമ്മളെ കപ്പിളിന് പറ്റിയ ഈ പാട്ട് ഈ പാട്ട് കളിക്കണം എനിക്ക് ആഗ്രഹമുണ്ട്. കണ്ണേ കൺമണിയെ ഈ മൊട്ട പപ്സിന്റെ മോന്തും വെച്ചിട്ടാ നേരത്തെ ഇവരെ കിട്ടിയത് ഇപ്പൊ ശരിക്കും കപ്പിൾ റാമ്പൊക്കെ ഇപ്പൊ ഡാൻസ് കഴിഞ്ഞിട്ട് ഒരുമിച്ച് ഇവര് റാമ്പ് അല്ലെ മമ്മു ആൻഡ് ശിവനന്ദനുടെയും ഗ്രൂപ്പ് ഡാൻസ് ഇവിടെ ഏതാനും നിമിഷങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകും. ഏതാനും നിമിഷം സ്റ്റാർട്ടായി പാട്ടാണോ നമ്മൾ സ്റ്റാർട്ടാണോ നമ്മൾ പാട്ടാണോ നമ്മൾ സ്റ്റാർട്ടാ ഓക്കെ റെഡി അവിടെ
അപ്പൊ നന്നായി കളിക്കട്ടെ. കല്യാണി 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 മറ്റേ മറ്റേ എംവിആറിന്റെ നെടുണക്കോടി കണ്ടപ്പോ കല്യാണി എംവിആർ. ചിരിച്ചതിന്റെ ഭംഗി കുറച്ചും കൂടി ഒരു കളറല്ലേ? അല്ലല്ല ഇതെവിടെ ചാറ്റ എവിടെ? ഇതൊരു ബുദ്ധിങ്ങി ഫ്ലേട്ടിംഗ് ആണ് ഇത്. ഇല്ല അങ്ങനെ അവിടെ പാട്ട് വെക്കടോ. നിങ്ങളാ ബുദ്ധിങ്ങിട്ട് ഏടിലോ നോക്കിപ്പോന്ന്. അവിടെ കാണിച്ച ആടാ ആഷ്ഫാക്ക് ഒന്ന് ഫോൺ ലേഗ് ലേഗ് ആടാ ലേഗ് എത്തിക്കണം. അതൊന്നും വെക്കല്ല. അതെന്താന്ന് ശരിക്കും ഡാൻസ് അറിയില്ല. എന്നെ മോട്ടർ ആക്കണ്ട മറ്റേ ഇങ്ങനെയെല്ലാം പിടിച്ചൊരു ഡാൻസ്. ആ ബാ കളിക്കാം. അവിടെ ഒരു റൊമാൻറ്റിക് പാട്ട് ഡാൻസ് മാത്രമല്ല കേട്ടോ. നെക്സ്റ്റ് കേസൊന്നും ഇല്ല കേട്ടോ. അനകാണ്ടിക്കടാ നെക്സ്റ്റ് കേസോ അത് ഇവര് വെറുതെ എന്തോ കേസ്. എന്ത് കേസ്? ബാ കളിക്കാം. അവിടെ ഒന്ന് ഓണ എന്തിന് അവിടെ ആയിട്ടില്ല. ഈ ബ്ലൂടൂത്ത് കണക്ട് ആക്കുന്നത് ഇതൊരു ലാഗ്. ഒന്ന് കാണിച്ചു മാനേജ്മെന്റ് ആണ്. സോറി ഇത് എന്റെ കുഴപ്പമില്ല. ഇതാ ഈ ഫിലിപ്പിൻ അതാ ഒരു ഗിറ്റാറും പിടിച്ചാണ് നടക്കുന്നുണ്ടല്ലോ യേശുദാസിനെ പോലെ. അവിടെ ഫിലിപ്പേ ഒന്ന് റെഡിയാക്കണം. ഭയങ്കര ലാഗ് എന്നാ പറയുന്നത്. സോറി ലാഗില്ല. ലാഗ് ബോട്ട് അല്ലല്ലേ? ആയോ എന്ത് അതിന്റെ പേരെന്താ? ബോട്ടോ. അവിടെ ഓൾറെഡി അവിടെ അമ്രുവിന്റെ ഫോൺ കണക്ട് ഓൾറെഡി. നേരത്തെ ഒരു പാട്ട് കണ്ടില്ലേ? ജാസിന്റെ ഫോൺ കണക്ട് ആക്കിയാ. എന്റെ ഫോൺ ഇന്നലെ കണക്ട് ആയിട്ടില്ലേ? നിന്റെ വീട്ടിൽ അച്ഛനാ വിളിക്കുന്നത്. അല്ല ഞാൻ വെറുതെ ഒന്ന് അച്ഛനാ ഓർത്തോടെ സ്പീക്കറിലെ പാട്ട് എവിടെ? നീയല്ല സ്പീക്കറിൽ പാട്ടൊക്കെന്ന് പറഞ്ഞ 5 കുറച്ച് അങ്ങോട്ട് വന്നു. അതാ ഇത്രയും ബിൽഡപ്പ് കൊടുത്തിട്ട് ഡാൻസ് ആണെങ്കിലോ എന്റെ ഡാൻസ് കണ്ടിട്ടില്ലല്ലോ. പെണ്ണ് കിട്ടാൻ പോലെ കളിക്കും. വേണ്ട അത് പാട്ടിന്റെ ആ മൂഡ് അനുസരിച്ച് കളിക്കണം. ഒന്ന് നോക്കട്ടെ. പെട്ടെന്ന് കളിക്കും. എന്റെ ട്രിപ്പ് എടുത്ത് പോകാനുള്ളതാ. ഊബർ എങ്ങായി നിന്റെ ഡാൻസ്. അതിനെന്താണ് പോലീസ് ഡാൻസ് സാർ ഒന്നുമില്ല. ഇവിടെ പാട്ട് കച്ചേരിയാണോ? കുഴപ്പമില്ല. അതിനകത്ത് പോലീസുകാർ വിളിക്കും പാട്ട് പാടുന്നതിന്. ഇവിടെ എവിടെ പശു കല്ലൂർ സ്റ്റേഡിയത്തിൽ എന്താണ് ഇവിടെ ജീവിക്കാൻ പറ്റൂലേ? ഒരു പാട്ട് ഇത് പാട് അമ്രോ. മമ്മൂന്റെ മൂഡ് നോക്കെല്ലാരും. പോലീസിനെ കണ്ടപ്പോഴത്തേക്ക് അപ്പൊ ഞങ്ങള് പോയി പോലീസിനോട് സംസാരിക്കണം. ഇത്ര നേരം ചില്ലായിട്ടുള്ള മമ്മൂന്റെ മുഖമാണ് ഇപ്പൊ കാണുന്നത്. പറയാൻ പറ്റില്ല. പോലീസുകാരുടെ നമ്മൾ ഇന്നലെ നല്ലൊരു പോലീസുകാരനെ കണ്ടു. പക്ഷെ ഇന്ന് കാണുന്ന പോലീസുകാരൻ എങ്ങനെയാണോ തോന്നുന്നത്? പിടിച്ചു കൊണ്ടുപോയി എവിടെ എന്റെ മോളെ ഇവിടെ അച്ചുമോളെ ഇപ്പൊ 17 വയസ്സും 18 വയസ്സുമില്ല. കുറ്റം ഭയങ്കര ജയിലേക്കാണ്. ശീലുണ്ടാ നമുക്ക് എന്താ സ്പോട്ട് കുഴപ്പമില്ല. നമ്മുടെ ഇൻമോറൽ ട്രാഫിക് ഡാൻസ് അല്ലേ? ഒരു കാര്യം പറ്റേ പോലീസുകാർ അതിശയപ്പെടുന്ന ഡാൻസ് ഞാൻ കളിക്കാം. പോലീസുകാർ പോലീസോ അത് അവര് ഫോണിൽ പോയിട്ട് പിന്നെ ഇതാരേ വീട് കണ്ടിക്കോ. ഒരു കാര്യം ചോദിക്കട്ടെ. ഒരു അമർത്തണം നോക്കി നോക്കില്ല. അവര് നീ എന്ത് ചെയ്യേണ്ടി വരും? പോലീസുകാർ ഇപ്പൊ എല്ലാവരും ജീപ്പിനുള്ളതല്ലേ. അവരുടെ ഡോർ തുറക്കുമ്പോ നീ ഒരു സിഗ്നൽ തരാന്. ഓക്കെ ബാക്കി നോക്കിക്കോളാം. അല്ല എന്തെങ്കിലും ഇങ്ങനെ തോണ്ടെങ്കിൽ ബാക്കി ഞാൻ നോക്കിക്കോളാം. രാജകുടുംബാണ് ഞാൻ. മമ്മൂനെ നീ നോക്കണം. ഓക്കെ ഞാൻ വക്കീലിനെ വിളിച്ചിട്ടില്ല.
നീ നാറി, നീ അതുവഴി പോകില്ല. നീ എന്റെ ഫോൺ തന്നെ ഇവൻ വക്കീലിനെ വിളിച്ചിട്ട് ഇവൻ മുങ്ങും. നല്ല നോട്ടം, എന്നെ പ്രത്യേകം നോക്കുന്നുണ്ട്. സാമാപില്ലാതെ പോലെ ഉണ്ടായി പിന്നെ നോക്കൂലേ? ആ താടി ഒന്ന് കളയും. ഞാൻ സിനിമാ നടനാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി. എന്റെ ഫോൺ എവിടെയാ? നിന്റെ ഫോണ് മുനു എവിടെ? എന്താ മുനു ഇവിടെ? ഇവിടെ എന്താ? നിങ്ങളാണോ ഡാൻസ് കളിക്കുന്നത്? ഗ്യാപ്പില് ഐഡി ചോദിക്കേ വളക്കൽ എന്തോ പ്ലാൻ ചെയ്തിട്ട് വന്നിട്ട് പറ്റിയിട്ടുണ്ട്. എടാ മുനുവിന്റെ മമ്മൂന് ഫോൺ കൊടുത്തു. അച്ഛൻ കൊടുക്കട്ടെ എന്നാല്. ആ അച്ചുവിന് എല്ലാവരും ഡബ്ല്യൂ കൊടുത്താ. ഒരു പാട്ട് എവിടെ? എന്റെ പേര് അച്ചു. നിന്റെ പേര് ഉസ്മാൻ തന്നെ മാറി. നീ അല്ല പോലീസ് പോട്ടെ, പോലീസ് പോകുന്നുണ്ട്. മെഹബൂബ് പാട്ട് വെക്കാൻ പെർമിഷൻ വേണോ? അങ്ങനത്തെ സീനുണ്ടോ? ഇവിടെ നിയമം അറിയുന്ന ആരും എത്ര വയസ്സായി നിയമം ഒന്നും അറിയില്ലേ? എനിക്കറിയാം, പക്ഷെ പോലീസുകാരായിട്ട് അതാണ് ഞാൻ നോക്കിയോണ്ട് ഒരു പേടിച്ചു പോയി. അടിച്ചാപ്പൊളി പാട്ട് കൊണ്ട് റൊമാൻറ്റിക് പാട്ട് ആകെ റൊമാൻറ്റിക് കുട്ടി പറയണ കേട്ടോ. അറിയില്ലേ മമ്മൂനൊക്കെ ഇത് എങ്ങനെയാടാ റൊമാൻറ്റിക് ഭയങ്കര ഫണ്ണി ആട്ടോ. കളിക്കാം. ഇങ്ങനെയാണ് കളിക്കേണ്ടത്. അവിടെ ഡാൻസ് കളിക്കാൻ പറ്റിയ പാട്ടൊക്കെ എന്താ? നീ ആരാണ് ജാസിയെ വെക്കുന്ന പാട്ട്? നിനക്ക് കളിക്കാൻ പറ്റുന്നതാ സയ്യാറയിൽ എങ്ങനെ ഡാൻസ് കളിക്കല്? ഓ റൊമാൻറ്റിക് ഡാൻസ് അല്ലേ? ചലഞ്ചാണുള്ള പാട്ട്. ചലഞ്ചാ? പിന്നെ ഇവിടെ റൊമാൻറ്റിക് ചലഞ്ചാ. മാമ പൊട്ടനെ ലോട്ടറി അടിച്ചു. മമ്മൂന്റെ ഡാൻസ് ആണ് നമ്മളെ കാണാൻ പോകുന്നത്. എങ്ങനെ കളിക്കാം? തുടങ്ങിക്കൂടാ? അങ്ങനെയാണോ? ഇങ്ങനെയാണോ? മോനെ കളിക്കാൻ അറിയുന്നുണ്ടോ? നീ കളിച്ചില്ലെങ്കിൽ ഊക്കി കൊല്ലണോ? കറങ്ങുന്നില്ല, അതൊന്ന് പമ്പര. സ്പേസ് കൊടുക്കും, സ്പേസ് കൊടുക്കും. എന്താണ് തുണിയൊക്കെ വെച്ചിടുന്നത്? बातों में तेरी मैं रातें बिताऊं, है नाम तेरा है, तुझको ही गाऊं मैं, तुझको पुकारूं. ഡയലോഗ് അടിച്ചിട്ട് ഞാൻ വൃത്തിക്ക് കളിക്കും. ഇത് ഈ സയ്യാറ വെച്ച എങ്ങനെയാ? ഇതിപ്പോ റൊമാൻറ്റിക് മൂഡ് പോയതാ. ചക്കരപ്പൊട്ടം വെച്ച പാട്ടല്ല, കല്യാണി വെക്കല. അത് ഇതേപോലത്തെ റൊമാൻറ്റിക് ഞാൻ വെച്ചാൽ വന്നല്ലോ ഫീലിങ്സ് വെക്കാം. ഫീലിങ്സ് വന്നിട്ട് കാര്യമില്ല.
പുഷ്പയിലിട്ടോ. അപ്പൊ പാട്ടിന്റെ ആണെന്ന് ഇവൻ പറയുന്നത്. നമുക്കൊന്ന് മുട്ട പാട്ടിട്ടുള്ളൂ. ഓക്കെ Vanilla feelings, vanilla feelings, vanilla feelings, vanilla feelings, vanilla നമ്മളൊക്കെ സംസാരിക്കണം. അത് വേണ്ട. ചായ പിടിച്ചിരിക്കാം. അല്ല എന്ത് അച്ഛന് ഭയങ്കര ഒരു ചൂട് കിട്ടാൻ അച്ഛന് ചൂട് കിട്ടുന്ന ചായ വേണ്ട. ഇവിടെ നല്ല വേർക്കുന്ന സ്ഥലമാണ്. അല്ല ചായ കുടിക്കണം. നമുക്ക് അച്ഛനും കൂട്ടിട്ട് ചായ കുടിക്കാൻ പറ്റില്ല. അതിപ്പോ വേണ്ട. എന്താ വേണം വേണം ചായ കുടിക്കാൻ പോവാ പ്ലീസ്. ആൾക്കാര് നിന്റെ ഡാൻസ് അവർ ഡാൻസ് കൂടി കളിക്കുവാ. ശിവരഞ്ജിയുടെ ഒറ്റ ഡാൻസ് ആൾക്കാര് നിക്കുന്ന കാണിച്ചു കൊടുത്തേ. ഈ ആൾക്കാരൊക്കെ നിക്കുന്ന ഒരു ഡാൻസ്. ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കും. എന്റെ ഗേൾഫ്രണ്ട് അച്ഛൻ ഗേൾഫ്രണ്ട് ഒന്നും പറ്റി പോയല്ല. നല്ല രസമുണ്ട്. ആ മൈക്ക് നല്ല ബോക്സിന്റെ ഉണ്ടാവില്ല ഇപ്പൊ. നമുക്ക് ചായ ഉണ്ടാവില്ല. ചായ ഉണ്ടാവില്ല. ചായ ഉണ്ടാവില്ലേ? ചായ കുടിച്ചാൽ ചായ കുടിക്കാം. ചായ ഒന്നും വേണ്ട. എന്താ നിങ്ങൾ ക്ഷീണിച്ചല്ലോ? അങ്ങനെ പാടില്ല കേട്ടോ. മന്തിയോ? അത് വേണ്ട. മന്തി ഒന്നും കേട്ടോ. ആരോഗ്യത്തിന് ഹാനി. എല്ലാം ശരിക്കും രണ്ട് ഫോണൊക്കെ ഒരു ചായ കുടിക്കാം. വെള്ളം വേണോ? ചായ വേണോ? മോണിക്കോ? മോണി കളിച്ചോ? എനിക്ക് ഡാൻസ് കളിക്കാൻ തീരെ താല്പര്യമില്ല. അതെന്താ ഒന്നും ഇഷ്ടപ്പെട്ടില്ലേ? എന്ത് ഞാനവിടെ എന്ത് ചെയ്തില്ല. അവിടെ ഇങ്ങനെ സംസാരിച്ചു. നമ്മൾ ചായ കുടിക്കട്ടെ. അത് ആടൊരു ചായ പിടിക്കും. നീ വേണ്ട. നീ നല്ലത്. ഞാൻ എന്റെ അച്ഛനോടും സ്ക്രിപ്റ്റുകൾ ഇവര് സ്ക്രിപ്റ്റിനാ പറയുന്നത്. എന്താ സ്ക്രിപ്റ്റ് ഒന്ന് നീ പറഞ്ഞു കൊടുത്തു. എന്താ സ്ക്രിപ്റ്റ്? ഇത് സ്ക്രിപ്റ്റാണോ? ഒരു നാച്ചുറൽ ആയിട്ട് ഒരാളെ ഞാൻ ഇവിടെ വന്നിട്ട് കാണുകയാണ്. അത് സ്ക്രിപ്റ്റ്. ബായ് എനിക്കും എന്റെ അച്ഛനൊക്കെ ഒരു ചായ. നിനക്ക് ചൂടാളം കൊടുത്ത അച്ഛമോളെ പാല് വേണോ കട്ടൻ വേണോ വിത്തോട്ട് വേണോ? അതിനാ ചോദിച്ചു ഏലക്ക വേണോ ഇഞ്ചി വേണോ? ഏലക്കായ വേണോ അച്ഛന് ഇഞ്ചി വേണോ? വെളുത്തുള്ളി അവിടെ ഒരു റൊമാൻറ്റിക് പാട്ടൊക്കെ. ഒരു ചായ കുടിക്കുമ്പോൾ ഒരു റൊമാൻറ്റിക് പാട്ട് നല്ലതാണ്. അച്ചു ഒരു പാട്ട് നോക്കട്ടെ. ഇല്ല അത് കുഴപ്പമൊന്നും. കോപ്പിറൈറ്റ് പ്രശ്നമൊന്നുമില്ല. ഞാൻ പാടിയാ മതിയോ? നീ പാട്ടൊക്കെ വേണ്ട. അത് നമ്മൾ ടൈം എടുത്ത് പ്രപ്പോസ് ചെയ്തു. ബഫറിംഗ് ഉണ്ടോ? ഓക്കെ ഇവനെങ്ങനെ അതന്നെ അന്നേരം അതിന്റെ റൊമാൻറ്റിക് മൂഡ് പോകും. നമ്മള് 5G ഉണ്ടോ?
പട്ടിയോ ഞാനും വായി ബഫറിങ് ഓക്കെ ആയോ റെഡിയോ നമ്മുടെ ലൈവിലേക്ക് ഒരു അതിഥി വന്നിട്ടുണ്ട്, ഒരു ശിക്ഷു. ഇപ്പൊ ഈ റൊമാൻറ്റിക് മൂഡിൽ വേണോ? ആ ശിക്ഷുവിനെ ഇഷ്ടല്ലേ? ഞാൻ അച്ഛമോൾക്ക് ഒരു സർപ്രൈസ് തരാം. അച്ചുവിന് ഗിഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട പേരെന്താ അത് കരടിയാണ്. നീ പ്രേമിച്ചടക്കുന്നത് നീ ഒന്നാണ് അച്ചു ഇത് ഞാൻ തരാൻ വിചാരിച്ച സർപ്രൈസ് ആട്ടാ. സ്കൂബി ഇത് എന്റെ സർപ്രൈസ് ആട്ടോ. ഞാൻ അവിടെ പോയിട്ട് വാങ്ങിക്കൊണ്ടു. ഇതാരാ? ഇതിന്റെ നിന്റെ അതേ പേരിട്ടില്ലേ, ചിഞ്ചു. അല്ലല്ല, ഇതിന്റെ പേര് സ്കൂബി. ഒന്നോട്ടെ എന്റെ മോളോട്ടെ ചായ പറഞ്ഞോ. അച്ഛനൊരു അല്ല എന്താ വേണ്ടത്? ചായ, ഇഞ്ചിട്ട ചായ. അടിപൊളി ചിപ്സ്. ഇഞ്ചി ചായ ഇല്ലല്ലോ. എന്നാ പിന്നെ രണ്ട് അച്ചു സ്ട്രോങ് വേണോ? ഇതിന്റെ പേര് സ്കൂബി. രണ്ട് സ്ട്രോങ് ചായ. 3 സ്ട്രോങ്. അച്ഛൻ സ്ട്രോങ് ആണെങ്കിൽ എനിക്ക് സ്ട്രോങ്. എല്ലാ ഗൈസ് എന്താ പ്രപ്പോസോ? അതെന്താ നിങ്ങൾ ഇങ്ങനെ പബ്ലിക്ക് പറയുന്ന പ്രപ്പോസ് ചെയ്യാന്? ഈ ബുദ്ധിങ്ങി ഡാൻസ് പോലും കളിക്കാത്ത ഈ പ്രപ്പോസ് ചെയ്യാൻ പറയുന്നത്. നീ ചാറ്റ് ഒരു മിനിറ്റ്. ചാറ്റ് ഒന്നും നോക്കണ്ട. ഫിലിപ്പ് ഓവറാ. ഞാൻ ബാക്കിൽ നിൽക്കണം. ഫിലിപ്പ് ഒരു പവറാട്ടാ. ഫിലിപ്പ് നമ്മൾ എത്ര നോക്കിയതാ? നമ്മുടെ ലൈവില് മമ്മ നന്നായിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ബാക്കിൽ നിന്ന് ചെറിയൊരു സപ്പോർട്ടേ കൊടുക്കുന്നുള്ളൂ. നിങ്ങൾ ആരും ഓവർ എന്ന് പറയരുത്. ചെറുതായിട്ടൊരു ഡബിൾ ഇട്ട് നമ്മളെയും കൂടി ഓക്കെ. MRC ഫാമിലിക്ക് ഒരു ഹായ്. സ്കൂബി ഒരു ഹായ് പറ. സ്കൂബി എന്താണ്? അങ്ങനെ നമ്മള് സ്കൂബിനെ തിരിച്ചേൽപ്പിക്കാൻ പോവാണ്. ബൈ. നമുക്ക് കൊടുക്കാം. ഒന്ന് ഒരു കപ്പിൾസ് ഉള്ളിലിരിക്കുമ്പോ അങ്ങനെ അല്ല, ഞാൻ പറഞ്ഞേ എന്തിന് നീ ആ ചായ ഒന്ന് സപ്ലൈ ഓവറാക്കല്ലടാ. എന്തിന് ഇവിടെ രണ്ടാള് മതി. കപ്പിൾസ് രണ്ടാൾ, അല്ലാണ്ട് മൂന്നാളുള്ള കപ്പിൾസ്. നീ ഇവിടെ പ്ലേറ്റ് ചെയ്യാൻ നിന്ന അമ്പ്രൂ. നീയോ എന്നോട് ചോദിക്കുന്നു. നമുക്ക് AC റൂമിൽ ഇരിക്കല്ല, AC-ന്റെ ഉള്ളിൽ ഇരിക്കാം. ഞാൻ ചോദിച്ചിട്ട് ഭയങ്കര വേർത്തിനോട്ടോ. എന്തിങ്ങനെ വേർത്തിന് പേടിച്ചു? അല്ല, അച്ഛൻ്റെ സ്പെഷ്യൽ ചായ ആയോ? എനിക്ക് ചൂടുള്ള കൊടുത്തില്ലേ? ഇവന്റെ കൂടെ ഞാൻ ഇല്ലെങ്കിൽ പ്രശ്നം. നീ പറയണ അന്നമാണ് ഇവനെ വേണോ? അങ്ങനല്ല, ഞാൻ ഇടിക്കണോ ഇവനെ എടുക്കണോ? ഇപ്പം പറയണോ? ഞാൻ ഇടിക്കണോ? ഇല്ല, ഓൻ ഒന്നും പറയോ? ഓരോ എന്താ വരാതെ കാണിക്കും. ഞാൻ ഡാൻസ് കളിച്ചേ, അതിന്റെ ഒരു ഇത് കാണിക്കാൻ കുഴപ്പമില്ലല്ലേ? ഇല്ല, അപ്പൊ ഞാൻ കൊടുത്തോളൂ. അച്ഛന് മാംഗോ അല്ല, ക്വാളിറ്റി പുറത്തു പോവാ. അച്ഛന് ബിട്രേറ്റ് ഒന്നും റേറ്റില്ല. അച്ഛന്റെ സ്പെഷ്യൽ ചായ എവിടെ? സ്പെഷ്യൽ ചായ
ഇത്ര വലിയ ടേസ്റ്റ് ഞാൻ ചായ വന്നേരം അച്ഛനും കൊടുക്കണം. ഞാൻ സോറി അച്ഛൻ, ഞാൻ ഇങ്ങനെ ചായയും കുട്ടികളും അപ്പാണ് ഞാൻ വേറെ നോക്കില്ല. മൈ സെൽഫിഷ് ഫുഡ് ഈസ് ഇമ്പോർട്ടന്റ്. സോറി, ഫുഡ് കഴിഞ്ഞാൽ ബാക്കി എന്ത് റൊമാൻറ്റിക്. നീ പ്രപ്പോസ് ചെയ്ത് നോക്കട്ടെ. പ്രപ്പോസ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ടാളും മാത്രം മതി. അത് ഭയങ്കര ഒരു ഗൈസ്. പ്രപ്പോസ് ചെയ്യുമ്പോ രണ്ടാള് മാത്രം പോരെ, മൂന്നാള് വേണ്ടല്ലോ. നീ ഇതില് നോക്കിട്ട് വരണം വേണ്ട. സോറി, പേടിച്ച് പുതിഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് പ്രപ്പോസ് ചെയ്യുമ്പോ മൂന്നാള് പോരെ. പ്രപ്പോസ് ചെയ്യുമ്പോ മൂന്നാള് വേണ്ടല്ലോ, രണ്ടാള് പോരെ. എന്തിനാണ് ഇതിന്റെ ഇടയ്ക്ക് ഇവനെ ഞാൻ ഇതാക്കുന്നത്? കാണിച്ചേ എന്റെ ഫോണാ. അവിടെ ഒന്ന് ചാറ്റ് വായിക്കട്ടെടാ. പറ 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 ഒന്ന് പറടാ. ഞാൻ ഒരാൾ രണ്ടുപേര് രണ്ടാണ്. രണ്ടുപേരെ പറ്റും, 3 പേരെന്താ? കണ്ട 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 3 പേര് ഒരാളെ പറ്റും. അവിടെ അസ്പക്കെ അധികം രണ്ടല്ലേ ആരാ വേണ്ടത് ഓള് അറിയും മാമോ. ഓളെ ഒന്ന് പറ പ്ലീസ്. രണ്ട് ചാറ്റ് മൊത്തം രണ്ടാളല്ലേ? ചാറ്റ് രണ്ടു പറയട്ടെ, ഇവള് പറയട്ടെ. ഇത് ഭയങ്കര ജാസിയോ ജാസിയോ ജാസിനെ ഇനെ മൂടുന്ന കാണിച്ച പാവോടാ പാവോടാ. എന്തിനാടാ ഞാൻ പണ്ടേ പറയില്ലേ മമ്മോ എല്ലാം പൊലിപ്പിച്ച് അടക്കലൊന്നല്ല. അതിന്റേതായ പരിപാടിയാണ്. സംസാരിക്കാൻ അവിടെ വല്യപ്പ വന്നിട്ടുണ്ട്. വല്യപ്പ സംസാരിക്കട്ടെ. വല്യപ്പ എന്തോ പറയുകയാണെങ്കിൽ നമുക്ക് ഡീൽ ചെയ്യാൻ അറിയാം. എന്ത് ഇവിടെ നടക്കുന്നത്? പിന്നെ പ്രപ്പോസ് ചെയ്യാനും മറത്തി ഈ AC റൂമിലെ ഞാൻ കൂട്ടിപ്പോയത്. എന്നിട്ട് എന്താ ഇവിടെ പ്രപ്പോസ് ചെയ്യാതെ? ആ ചായ ഒന്നും കുടിക്കണ്ട കേട്ടോ. എന്താ പറഞ്ഞ സംസാരിക്കട്ടെ. പറയുന്ന നോക്കണ്ടേ ഇവര് ഗേതും അങ്ങനെ പറയുന്നു, എന്നെ കളിയാക്കാൻ പറയുന്നു. പക്ഷെ ഞാന് ഒരാൾക്ക് എല്ലാവരോടൊന്നും ആവൂല. പക്ഷെ നമ്മളായിക്കഴിഞ്ഞാൽ ലോയലായി. എന്താ പറഞ്ഞത്? മലയാളത്തിൽ പറയാം. നമ്മളെ ചാറ്റിന് വേണ്ടി ഒന്നുകൂടെ പറയോ? ചാറ്റ് കേട്ടിട്ടില്ല. ചാറ്റ് കേൾക്കാൻ ഞാൻ പറഞ്ഞില്ലേ, ചാറ്റ് കാട്ടിട്ടൊന്നല്ല. ഫിലിപ്പ് എന്തിനാണ് ഇങ്ങനെ വെറുതെ കാക്കക്കൂട്ട് കല്ലിട്ട് വരെ? അപ്പൊ അല്ല സംസാരിക്കണം കുട്ടി. നീ പറ. ഫിലിപ്പ് ക്ലിപ്പ് കൊടുത്താ ക്ലിപ്പ് മാറ്റി അതിന്റെ ഇടക്ക് പിടിക്കാൻ തരാം. അപ്പൊ അടിപൊളിയാണ്. ചായ കുടിക്കാൻ പ്രൈസ് എങ്ങനെയുണ്ട്? എന്തോ ഓവറാണ് ഈ ഫിലിപ്പ്. നീ ഓറ കാണിക്കും. അപ്പൊ ഓക്കെ അല്ലേ? എന്തെങ്കിലും പറയണ്ടോ? ചുറ്റും ആൾക്കാരുണ്ടാവുമ്പോ പറയാൻ മടിക്കൊന്നും വേണ്ട, പറഞ്ഞാ മതി കേട്ടോ. അപ്പൊ എന്തായാലും കാര്യം നടക്കട്ടെ. അല്ല മമ്മൂനെ എന്തെങ്കിലും ഹേർട്ടാവോ? ഞാനൊരു കാര്യം ചെയ്യാം. ഓന്റെ മുമ്പിൽ ആകുമ്പോ എനിക്ക് വിഷമാവും. ഓന്റെ ലൈവല്ല, ഓൻ തന്നെ ഇരുന്നോട്ടെ. ഞാൻ സംസാരിക്കൊക്കെ ചെയ്തോ, ഇഷ്ടമെന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞോ. പക്ഷെ എന്തായാലും മമ്മോ ഓൻ തന്നെ ഇരുന്നോട്ടല്ലേ. മമ്മോ ഇങ്ങനെ ജാസി കൊടുക്കുകയാണ് മമ്മൂനെ വേണ്ടിട്ട്. മമ്മൂടി പുതുങ്ങലും കരച്ചിലും കാണാൻ കഴിയാത്തോണ്ട് എന്റെ മൂഡ് പോയി പ്രപ്പോസ് ചെയ്യാനുള്ള. ചായന്റെ പൈസ അതാണ് ഒരാണുങ്ങളായി അതാ വേണ്ടത്. അല്ലാണ്ട് പിന്നെ അങ്ങോട്ടേക്ക് പോയിട്ടിരിക്കില്ല. ഒരു ട്രൂ അല്ല, ഒരു ട്രെയിനും അല്ല. നമുക്ക് വിടാം. ഫിലിപ്പ് ഉണ്ടടാ. നമ്മള് കളിക്കുന്നത് ഞാനും ഫിലിപ്പ് ഒരുമിച്ച് കളിക്കും. അതാണ് ഐ ലവ് യുടാ. അല്ല അങ്ങനെയല്ല, കൂട്ടുകാരന്മാരല്ലേ തമ്മിലൊരു സാധനം. നമുക്ക് പോവാന്നല്ലേ? ശരി കേട്ടോ. ഓക്കെ, ചായ ചൂടുണ്ടാവട്ടെ, മെല്ലെ കുടിച്ചാൽ മതി. അല്ല നമ്മളത് അല്ല ഫോണ് കാണിക്കും. അത് പേജ് കിട്ടും. പൈസ 2 പൈസ 2 പൈസ. ഫോൺ ഗെയിം ആദില ആണോ?
അതല്ല പവർ അല്ലാണ്ട് പിന്നെ ജാസിനെ വലിച്ചടിച്ചിട്ട് അന്ന ഒഴിവാക്കി അതൊന്നും വേണ്ട. ചായ ചൂടുണ്ടാവും. ശരിയാണോ? ഒരു പെണ്ണ് റിജക്ട് ചെയ്ത് വെച്ചിട്ട് ആ പെണ്ണ് ഡിസ്റെസ്പെക്ട് ചെയ്യണോ? അച്ഛൻ ചായ കുടിക്കും, ഞാൻ അച്ഛൻ ചായ കുടിച്ചിട്ട് അങ്ങോട്ട് പോകുന്നു. ഞാൻ സിഗ്മയാടാ, അല്ലാണ്ട് കമ്മിറ്റഡ് ആണോ ഒരു താല്പര്യമില്ല മക്കളെ. ഞാൻ സിഗ്മ, വേൾഡ് കിങ്. അല്ലാണ്ട് ഒരു അതും ആടെ ഇരുത്തിന് ജാസീനെയാ. ഞാനും എന്താളും ആ 40 പേരും ready 1 2 3 നാളെ പെയ്ത പുഷ്പങ്ങൾ പൊഴിഞ്ഞിടും മമ്മു പാട്ട് പാടി പാടോ, നമുക്ക് പോവാടോ. ഞാൻ നിന്നെ കാത്തിക്കുന്നു. നീ അല്ല എന്നെ കളിക്കൂട്ടാരനാ മറ്റേ കൂട്ടുകാരനാന്ന് തോന്നുന്നത്. അപ്പോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ കമ്മിങ് ടു ടുമാറോ. ശരി ചായക്ക് ചൂടുണ്ടാവേ. സോറി, ആ ഗിറ്റാർ ഗിറ്റാറാണ്. ശരി അപ്പൊ അപ്പൊ ഐശ്വര്യ ഒന്നും തോന്നണ്ട. ഞാൻ നീലിനെ അതിന്റെ ഇടയ്ക്ക് ജാസിനെല്ലാം കൈ കിട്ടിയില്ല. പിന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇതായി പോയി, ഡിപ്രഷൻ ആയി പോയി. ഒന്നും പാടണ്ട പ്ലീസ്. അതൊന്നും അങ്ങോട്ടേക്ക് കളിയാക്കി ചിരിക്കണം. കാരണം എനിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഭയങ്കര ഒരു എന്താ ഇംഗ്ലീഷിൽ എന്താണ് പറയാ, കാരണം നീ ഞാൻ ആടെ പ്രപ്പോസ് ചെയ്യാൻ വന്നാൽ ശരിക്കും സത്യമായിട്ട് എന്നിട്ട് നീ ഇതിന്റെ അടുത്ത് ജാസിയെ വിളിച്ച് പ്രപ്പോസ് ചെയ്തു. എന്നാലും പ്രപ്പോസ് ചെയ്യുന്ന ഒരു ഇതല്ലേ. എന്നിട്ട് നോക്കി ഗിറ്റാറോ വേണ്ടത്, അല്ലാണ്ട് എന്റെ വിഷമല്ലേ ഇവിടെ വേണ്ടത്. ഗിറ്റാറുണ്ട്. അപ്പോ അച്ചുമോളെ ആ പിക്കാക്ക പോയെന്ന് കണ്ടാ കൈ മൂന്നാമത്തെ പ്രാവശ്യം അതിന്റെ ഞാൻ 2 പ്രാവശ്യം കയറി തരുന്നുണ്ട്. അപ്പൊ പോട്ടെ, നമുക്ക് പോവാ. അസ്പാക്കെ ഇവിടെ ഇതാക്കണ്ടേ, എന്താക്കണ്ടേത് ആർത്തന്നെ തിരിച്ചുകൊണ്ടാക്കണ്ടേ. നമ്മള് കാണിക്കണ്ടല്ലേ. ഭയങ്കര കരുണയായി പോയി. അല്ലല്ല, അത് വേറെ ഷോപ്പ്, ഇത് വേറെ ഷോപ്പ്. അവരുടെ ആ ഷോപ്പ് പൈസ കൊടുത്തു. നിങ്ങൾ എന്താണ് ചാറ്റ് എല്ലാ വീടിൽ പോയിട്ട് നമ്മൾ തിന്നും തൂറിയാല് പൈസ കൊടുത്തോന്ന് ചോദിക്കും. നമ്മൾ പൈസ കൊടുക്കലുണ്ട്, നമ്മ ഇച്ചകളല്ല. ഇതെന്താ 10 രൂപ ചായ കൊടുക്കാത്ത ഗതിയില്ലാത്തവർന്നല്ല അമ്മ. എടുത്തു കൊടുത്തില്ലേ ജാസി? എടുത്തു കൊടുത്തില്ലേ? നമുക്ക് നടക്കാം. അമ്മ ഞാൻ ഒരു കാര്യം പറഞ്ഞു, നല്ല രീതിയിൽ ഡീൽ ചെയ്തോളൂ. ഒരുപാട് ഇമ്പ്രൂവ് ആയില്ലേ പെണ്ണുങ്ങളെ കാണാൻ സംസാരിക്കാനൊക്കെ? ഞാൻ സംസാരിക്കും, പക്ഷെ ഇത് ഭയങ്കര ഇതായിപ്പോയി. കാരണം എനിക്ക് എത്രയും ശരിക്കും ഇവിടുന്ന് ഞാൻ വിചാരിച്ചു വേണം ലൈവ് കാണുന്നുണ്ട് പറഞ്ഞു. ശരിക്കും പിന്നല്ലാണ്ട് എന്നെ മോട്ടർ ആക്കണം. ബാക്കിയുള്ള സമയത്ത് എന്നെ മോട്ടർ ഞാൻ മോട്ടർ ആക്കലുണ്ടോ? കണ്ടാ ക്യാമറ കാണുമ്പോ ജിലേബി നിലത്ത് വീണോലതാ. അഖിൽ എന്ന് പറഞ്ഞ ഒരുത്തൻ ദമുനെല്ലാം എവിടെ നിൽക്കുന്ന നോക്കിയേ, 2 സെന്റിമീറ്റർ ഡിസ്റ്റൻസ്. എമ്പാടും പിള്ളേരെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്, എന്നോട് വരെ പറഞ്ഞിട്ടുണ്ട്. കാര്യമില്ല ശരിക്കും, അതത്രേ ഉള്ളൂ. ഓനെ കണ്ണൊക്കെ ശരിക്കും. പിന്നെ അമ്മക്ക് ഈ മോന്തി വെച്ച് എന്ത് ശരിയാ? നമ്മളെ മാതിരിയാ ക്ഷാമൊന്നുമില്ല. ശരിയാ, ബാ ബാ ബാ.
എന്നാലും എനിക്ക് എന്നോട് ഇപ്പൊ ഇഷ്ടമാണ് റിജക്റ്റാക്കല്ല. ഇത് വിളിച്ചാ ഫോൺ വരി ഞാൻ മടക്കി കിട്ടിട്ട് എന്നാലും ചെറിയൊരു മാസം ഫോൺ വിളിച്ചോട്ടോ. ഞാൻ ഒരു പാട്ട് പാടി നടന്നോ ഞാൻ ഒരു പെണ്ണിന് പണ്ട് ഹിന്ദി പാട്ട് പാടി കൊടുത്തിന് കേട്ടാ. അല്ല ഞാൻ ഫസ്റ്റ് ഹിന്ദി പാട്ട് എങ്ങനെ റോട്ടിലോട്ട് ആ റൊമാൻറ്റിക് ആണല്ലോ ഫിലിപ്പിനെ. എന്താണ് എല്ലാരും കിക്ക് ഫിലിപ്പ് എന്നെല്ലാം പറയുന്നത്? ഫിലിപ്പിനെങ്കിൽ നമ്മളെ കൂടെ ഇങ്ങനെ ഒന്നിച്ചിരിക്കുന്നുണ്ടല്ലോ അതിന്റെ എന്തൊരു സാലൻസ് എല്ലല്ല കിക്ക് എന്നാ പറയുന്നത്. ആണോ? പിന്നെ ഞാൻ വിട്ട് അപ്പൊ ഞാനൊരു പാട്ട് പാടി കൊടുക്കാം. ഞാൻ അന്ന് ഒരു ഹിന്ദിക്കാരി പെണ്ണിനെ ഒരു പാട്ട് പാടി കൊടുത്തില്ലേ, ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തത് ഹിന്ദി സോങ്. അതുപോലെ അച്ചുവിന്റെ പേര് ഉപയോഗിച്ച് അച്ചുവിന് വേണ്ടിട്ട് ഞാൻ ഒരു പാട്ട് പാടുന്നു. അത് ചാറ്റ് വായിക്കാം. അത് നീ 2 മിനിറ്റ്. നമ്മളെ ലൈവ് ഫുള്ളി റൊമാൻറ്റിക് ലൈവ്. നമുക്ക് റൊമാൻറ്റിക് ആണോ? റൊമാൻറ്റിക് ആകുമ്പോ റൊമാൻറ്റിക് പോകണ്ടേ? അല്ല ഇത് നമ്മള് ഭയങ്കരമായിട്ട് ഒതുങ്ങി പോന്ന്. അങ്ങനെയുണ്ടോ? പിന്നെ അതെന്താ അറിയാം, ആൾക്കാരിങ്ങനെ കൂടിക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറ്റും, നമ്മൾ രണ്ടാളും ഒറ്റയ്ക്ക് നടക്കട്ടെ. അശ്വാക്ക് നീ അത് പറഞ്ഞോണ്ട് ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ. കാരണം നിന്റെ ഈ മുഖം കാണുമ്പോ എല്ലാവർക്കും ഒരു കംഫർട്ടബിൾ. ഇതെന്ത് ഈ എലി എന്ത് ചെയ്യേണ്ട അടക്ക് കയറി വരുന്നുള്ളൊരു സാധനം ഉണ്ടാവും. ആ ചാറ്റിൽ അത് നോക്കണ്ടേ? ചാറ്റ് എന്താ ചാറ്റ്? ഇതെന്താ നീ പറഞ്ഞ അശ്വാക്ക്? ഇത് ചാറ്റ് ഇങ്ങനെ ഒന്നും അയക്കല്ല ബ്രോ. നമ്മളിപ്പോ ഇവിടെ കുട്ടിയെടുത്ത് കൊണ്ടാക്കിട്ട് നമ്മളെ ഇതിലേക്ക് പോകും. ഗേൾ എന്താ ഗേൾ? എന്താ ഗേൾ? അടിപൊളി ഗേളാ. എന്തിന്റെ പേരെന്താ? ശിവനന്ദന. ആലപ്പുഴയിലെ ശിവനന്ദന. റെസ്പെക്ട് കൊടുക്കുന്നത് എല്ലാ ചാറ്റിലും ഒരു പെൺകുട്ടി നമ്മളോട് നടന്നു വെച്ചിട്ട് മറ്റേ രീതിയിലുള്ള ഊമ്പിയ ചാറ്റ് ഒന്നും വന്നിട്ട് ഇടരുത്. മുഹമ്മദ് ആദിലെ നിന്നോടാണ് കേട്ടാ. അവിടെ അല്ല നീ ഇത് പറ. നീ കണ്ട പെണ്ണ് മൊത്തം മൂടോട്ടായില്ലേ? അപ്പൊ ഞാൻ ഒരു പാട്ട് പാടുത്തട്ടെ മൂടോട്ടൊക്കെ. ഇത് പിടിച്ച അസ്പാക്കാം. അപ്പൊ അടുത്തതായി അച്ഛന് വേണ്ടി സയ്യാറ പാടൂല, കാരണം റൊമാൻറ്റിക്കിനെ മാറ്റില്ല. റെഡി ഗൈസ്? അടിപൊളിയാണെങ്കിൽ അടിപൊളി ഈ അപരാധിച്ച കമന്റ് മാറ്റിട്ട് നല്ല ഡബ്ല്യൂ ഇട്ടാ. എന്റെ ആ പെണ്ണിന് ഡബ്ല്യൂ ഇട്ട് കൊടുത്താ. അപ്പൊ പാട്ടോട് കേട്ടെ. സയ്യാറ ഞാൻ കുറെ പെണ്ണിന് പാടിക്കൊടുത്തു. അല്ല അങ്ങനല്ല, കണ്ട ആൾക്കാർക്കെല്ലാം ഞാൻ പാടിക്കൊടുത്തു. എല്ലാവർക്കും ഇഷ്ടം സയ്യാറയാ. പക്ഷെ എനിക്ക് കാണുമ്പോ അവര് മടിയാണ്, കാരണം എല്ലാ പെമ്പിളർക്കും ഇങ്ങനെ സയ്യാറ അങ്ങനെയല്ല. ഞാൻ അത്രയും പിടിക്കുന്നുണ്ട്. അങ്ങനത്തെ വർത്തമാനം പറഞ്ഞ പോവാ. അല്ല ഏത് ശരിക്കും ഏതാ പാട്ട് വേണ്ട? സയ്യാറ. അവിടെ സയ്യാറ വേണോ? അവിടെ സയ്യാറ നേരത്തെ അവിടെ പാടിയില്ലേ? നീ എന്തിങ്ങനെ വേറെ പാട്ടറിയില്ല? ഹിന്ദി വേറെ. ഓക്കെ. അപ്പൊ അച്ചുവിന്റെ ഒരു പാട്ട് നമുക്ക് കേട്ടാലോ? അച്ചുവിന്റെ പാട്ട് കേട്ടാലോ? ഞാൻ വായിച്ചത്. റെഡി 1 2 3 സ്റ്റാർട്ട്. सैयारा तू तो बदला नहीं है, मौसम जरा सा रोता हुआ है. सैयारा तू तो बदला नहीं है, मौसम जरा सा रोता हुआ है. आए मैं मर के जाऊं जो तुझको नो हम पाऊं, बातों में तेरे आना पाड़. അസ്പാക്ക ഒന്നാ ചാറ്റാ. നിന്റെ തന്ന ഫോൺ കൊടുത്തു. എന്റെ ഫോണല്ലേ എവിടെയാണ്?
പാട് തുജിക്കോ അവിടെ വരാൻ പറ ഇങ്ങനെ നടന്നോ सैयारा तू तो बदला नहीं है मौसम जरा सा रुका हुआ है सैयारा तू तो बदला नहीं है मौसम जरा सा रुका हुआ അപ്പൊ സയ്യാറോട് കൂടി നമ്മൾ ഇവിടുന്ന് പിരിയല അപ്പൊ നമുക്ക് പോവാം. റാംബോ എവിടെ? ബീറ്റ് ബോക്സിന്റെ അവിടെ. അവിടത്തേക്ക് പോകണം. അങ്ങോട്ടേക്ക് വന്നു. അപ്പോ അച്ചുമോളെ പോട്ടെ നമ്മള്. എന്താണ് എന്നെ പറ്റിയിട്ട് പറയാനുള്ളത്? ഞാൻ ഇത്രയും പാട്ടും ഡാൻസിനും കളിച്ചിട്ട് ഒന്നും പറയാൻ പറ്റില്ല. ഡാൻസ് മോണിക്കോ? അവിടെ ഇനി മതിയില്ല, ഡാൻസ് ഒന്നും കളിക്കില്ല. ഞാൻ ഡാൻസ് കളിക്കണോ? മോണിക്കോ? എല്ലാവരും മോണി കളിക്കാൻ പറയുന്നുണ്ട്. അവിടെ ഇനി ഡാൻസ് കളിക്കണോ? ഇനി കളിക്കണ്ടല്ലോ. ഇവര് പറയട്ടെ ബയ്യോള് പാട്ട് കേട്ടിനോ? മറ്റേ ബലാലാണ് ബലൂലാണ് ബലാലാണ് ബെല്ലോളാണ് ബായോളാണ് ദുബായിലെ അല്ലാലായ പാതയിലാണ് അടിമുടി പടവിതലാണ് ബലാലാണ് ബെല്ലോളാണ് ബായോളാണ് ദുബായിലെ അല്ലാലായ പാതയിലാണ് അടിമുടി പടവിതലാണ് കിനാവോനല്ലാ അതാരാ എന്താ ചെയ്യാ? പെണ്ണിന് ഭയങ്കര അൺകംഫർട്ടബിൾ. പോയിക്കോട്ടെ. ശരി, ഇതൊന്ന് പിടിച്ചാ ഈ ഗിറ്റാറും സാധനങ്ങളും പിടിച്ചാ. അപ്പൊ അച്ചുമോളെ ഞാനൊരു പാട്ട് പാടുത്തണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ 2-3 പ്രാവശ്യം നീ കൈ തരാണ്ട് കേട്ടാ, ഭയങ്കര ഇതായിപ്പോയി. അപ്പൊ ഓക്കെ, അപ്പൊ അച്ചുവിന് എല്ലാരും ഡബിൾ കൊടുക്കുക. ബിഗ് ഡബ്ല്യു സ്നേഹിച്ചതാ അല്ല ശിവനന്ദ ഇത്രയും വന്നതാ. ശിവനന്ദനൊക്കെ ഒരു ബിഗ് ഡബ്ല്യു കൊടുക്കുക. അപ്പൊ നന്ദനെ വിട്ട് നമ്മൾ പോവുകയാണ്. എനിക്ക് ഇച്ചിരി വിഷമൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും എന്താ ചെയ്യാം. ഓക്കെ അല്ല വേണ്ട, എന്തൊരു സ്ക്രിപ്റ്റാണ് എന്നാ പിന്നെ നമുക്ക് സ്ക്രിപ്റ്റ് ഇതാക്കിയാലോ, സിനിമയിലെ ഒരു അഭിനയം. വേണ്ട അത് വേണ്ട, പോയിക്കോട്ടെ. അതുപോലെ എന്നാ പിന്നെ ചേർത്ത്. അപ്പൊ ഒന്നൊക്കെ ഗൈസ്, മമ്മു ഫ്രീ സ്റ്റൈൽ സോങ് ആണ്. ഫ്രീ സ്റ്റൈൽ ഒന്നും വേണ്ടട, എന്തിനാന്ന് പെണ്ണ് എന്റെ ഫ്രീ സ്റ്റൈൽ അറിയാലോ. ബാബുടെ സ്ഥലം. അപ്പൊ ഓക്കെ, അങ്ങനെ അധികം ആക്കണ്ട, അന്നേരം എന്റെ മൊഞ്ചി ഇങ്ങനെ പോകുന്നു. നീ ഒന്ന് ചിരിച്ചാ ശക്തിനെ പറ്റിച്ചാലോ. പെണ്ണ് സെറ്റായി, സത്യമായിട്ട് പെണ്ണ് സെറ്റായി. സത്യമായിട്ട് ചാറ്റിനോട് ചോദിക്കും നമുക്ക് സെറ്റാൻ ഇല്ലയോ. നമ്മൾ ഇത്ര ഈടുത്തം വരെ വരുന്നവരെ നമ്മൾ റൊമാൻറ്റിക്. ഇതാരെന്നറിയാമോ? ഞാൻ മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞില്ലേ, ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം മങ്കി കയറിയിട്ട് ഞാൻ അന്ന് ലൈവ് അല്ലായിരുന്നു. ഞാൻ കൂടെ ഉള്ളവർക്ക് വേണ്ടി GTA RP കളിക്കുന്നവർക്ക് വേണ്ടി ലൈവ് ചെയ്തതാ, മങ്കി കയറിയതാ. ഇങ്ങനെ ഒരു പെണ്ണിന്റെ ID വാങ്ങിക്കാം എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ നേരത്തെ എനിക്ക് കിട്ടിയ ഐഡിയ. നീ സെറ്റ് ചെയ്തോ? നല്ല, ഞാൻ മെസ്സേജ് ഒന്നും വേറെ അയച്ചിട്ടില്ല. ഇല്ല, അമ്മ സത്യം ഇല്ല. പക്ഷെ ഇവക്കെന്തോ എന്നോടെന്തോ ഇത്ര സമയം. ഇവക്ക് വേറൊരു ഇതുണ്ട്. ഇവിടെ ഞാൻ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിട്ട് ആ AC റൂമിൽ പോയി. മറ്റേ ഐസ് പീടിയ AC-ല് അവിടെ ഇരുന്നിട്ട് ഞാൻ ചോദിച്ചു 2 ആള് പോരെന്ന്. അപ്പാട് ആ 2 ആള് മതി, അതിൽ നിന്ന് ആരെ വേണ്ടത് ചോദിക്കുമ്പോ ആരും ക്യാമറയുടെ മുമ്പിൽ വരാത്ത ജാസിനെ കൊണ്ടുപോയി. അതെന്താ അവിടെ നടക്കുന്നത്? മുനു ഇത് പിടിച്ചാ അശ്വാക്ക് നീയും ചോദിക്കാൻ പാ. ഇത് നടക്കുന്ന കാര്യമല്ല, ഒരു സ്ത്രീകൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. എന്താ ഇത്?
ഒരാളെ പ്രപ്പോസ് ചെയ്യുന്ന കണ്ട മുനിമാരെ ഓടി ഓടി എല്ലാടെ മുനിവര നീ എന്താ ചെയ്തത് എന്താ ചെയ്തത് ഞാൻ അവളെ സമാധാനത്തിന് സയ്യാറിയും പാടിച്ചാടെ നിർത്തിയതല്ലേ നീ എന്തിനാ ഓളപ്പുറം നടക്കുന്നത്? ഞാൻ ഇന്നോളെ ഓടെ ഇതെന്തോ ഒരു അവിഹിത കുടുംബ കലഹത്തിലേക്ക് പോകുന്നുണ്ട്. ഞാനില്ല ഇടപെടുന്നില്ല. എന്നെ കിക്ക് പറഞ്ഞല്ലോ, ഞാൻ പോയി. അത് മോശമായിട്ടാ, ഞാൻ പറയാൻ പാടില്ല, പക്ഷെ മോശമായി. ഈ മമ്മൂനോട് സത്യമായിട്ട് അത് ഈ ചെക്കൻ ആദ്യമായിട്ട് ഒരു ഇംഗ്ലീഷ് കിട്ടുന്നില്ല. അനക്ക് ഞാൻ തന്നെ ഉണ്ടാവുള്ളൂ മമ്മ. നീ പോടാ കൊണ്ടാ കൊണ്ടുവരല്ലേ. ഞാൻ അങ്ങനെ പലത് പറഞ്ഞു. എന്ത് ഇങ്ങനെ ഓടിയത്? നീ മുനിങ്ങ് വന്ന ഒന്ന് വന്ന തീർത്ത ഇത് തീർത്ത എന്ത് സംഭവം? ഞാൻ ഇന്ന അനക്കൊന്നും പറയാനില്ല. എനിക്ക് പിന്നെ ഇത് വേണ്ട. എന്റെ റൊമാൻറ്റിക് എല്ലാം പോയി, അവന്റെ എല്ലാം പോയി. ഞാൻ പോയി, നമുക്ക് തലവേദന എടുക്കുന്നത്. ഓ അങ്ങനെ അത് ഭയങ്കര മുന് എല്ലാവരോടും അങ്ങനെ തന്നെയാണ്, ഭയങ്കര കരുതലാണ്. നിങ്ങൾ വിചാരിക്കുന്നതാവുന്നില്ല. നന്മ നിറഞ്ഞ തുളുമ്പുന്ന ഒരാളാണ് മുന്. എല്ലാരോടും അങ്ങനെ തന്നെയാണ്. അതിപ്പോ അങ്ങനെയൊന്നുമില്ല. നിനക്ക് വേണ്ടിട്ട് മുടിയിലെ സൈഡ് എടുത്തു, കുറച്ച് മൊഞ്ചനാ നോക്കി, കുറച്ച് മൊഞ്ചനായ അതിനിപ്പോ വില്ലെന്തെങ്കിലും തെറ്റുണ്ടോ? പിന്നെയും മുനുവിന്റെ ഉള്ളിലാണ് കണ്ണല്ലേ. ഫിലിപ്പിനെ കണ്ടിട്ട് എന്തോ പേടിയെന്ന് തോന്നിയോ? അങ്ങനെ എന്തെങ്കിലും ഈ എലീനെ ഈ ചുണ്ടലീനെ കണ്ടിട്ട് എന്തെങ്കിലും സംഭവം ഒക്കെ പേടിയൊന്നുമില്ല. ആൾക്കാരുടെ കൂട്ടത്തില് ചെറിയ വെറുതെ പറഞ്ഞ ആൾക്കാരുടെ കൂട്ടത്തില് നോക്കണ്ടട്ടാ. അമ്മൂനെ പറ്റി അതിഭീകരമായ കാര്യങ്ങളാണ് ചാറ്റിൽ നടക്കുന്നത്. അങ്ങനല്ല. ഒന്ന് നോക്കോ. നായിന്റെ മക്കൾ എന്താടാ ചാറ്റിൽ വന്നിട്ട് എന്താ പൊളിസിയും അമ്മ നായിന്റെ മോനെ എന്താ ഇത് ഇവിടെ നടക്കുന്നത്? ഞാൻ ഇവിടെ ഒരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്യാൻ പോയിരുന്നു. ഓളാണ് എന്നെ രജിസ്റ്റർ ആക്കി. അനക്ക് ആദ്യം അറിയാം ഓള് ലൈവ് ചാറ്റ് കാണുന്നോണ്ടേക്കും. അല്ല ഓള് ലൈവ് ചാറ്റ് നീ കണ്ടെടുക്കുക എന്നെ കുറിച്ച് എന്തെല്ലാം അപരാധങ്ങൾ ആളെ വെച്ച് പറയുന്നത്. എന്താ എന്നാ പിന്നെ ഓളാട്ട് അങ്ങ് ടച്ചൂന്ന് പേരിട്ട് അത്രയും നല്ലതാണ്. കാരണം ഒരു കുഴപ്പമില്ല. മുന് പോട്ടെ. ഞാൻ പെണ്ണുങ്ങൾ ഞാൻ ഒരു കാര്യം പറ്റേ, ഞാൻ പ്രേമിക്കാനൊന്നും നോക്കിയതാ. പക്ഷെ ഇന്ന് മുതൽ ഞാൻ ഒരു വാക്കെടുക്കാം, ജീവിതത്തിൽ ഞാൻ കല്യാണം കഴിക്കൂല. ജീവിതത്തിൽ മമ്മു ഒരു കല്യാണം കഴിക്കൂല. സത്യം പറയാ, പെണ്ണ് കിട്ടാതില്ല. പാട്ടക്കും ഗുജറാത്തിലെല്ലാം പോയ മമ്മുന് പെണ്ണ് കിട്ടും. മുത്ത ജീവിതത്തില് മമ്മു ഒരു പെണ്ണിനെയും കിട്ടൂല. കാര്യം പറയാല, ഇങ്ങനെ ഓരോ മമ്മുള്ളു. ഞാൻ ഇല്ല എന്റെ മൂട് അങ്ങ് പോയിട്ടുള്ളു. പോവാ ഈ കുമ്പിള വലിയ ഡ്രസ് ഇട്ടെന്ന് എനിക്ക് തിരിയുന്നില്ല. വണ്ടി കയറി എന്റെ ഫോൺ അടുത്തൊരു കാര്യം തട്ടിപ്പറിക്കുന്നുണ്ട് കേട്ടോ.